ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധരാധേ. ഓം മഹാദേവി നമ. അരുണാം കരുണാം തരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിവിരാവൃതം മയൂഖൈ അഹമിത്യേവ വിഭാവൈ ഭവാനി. ഇനി നവരാത്രിയുടെ ദുർഗാഭാവത്തില് 9 ദിവസം ദുർഗാഭാവത്തില് 4ാം ദിവസമായി ഇന്ന് ദേവിയെ കാണാൻ കഴിയുന്നത് കൂഷ്മാണ്ഡ ദേവിയാണ്. അപ്പൊ കൂഷ്മാണ്ഡ ദേവി എന്ന് വെച്ചാൽ ദൃഷ്ടിയുടെ ഊർജത്തെ ആ ബ്രഹ്മാണ്ടത്തെ അണ്ടത്തിൽ സൂക്ഷിച്ചു കൂഷ്മാണ്ഡ ദേവിയായിട്ട് കാണാൻ കഴിയുന്നത് അഷ്ടഭുജധാരിണ. അപ്പൊ അതായത് 8 ഭുജങ്ങളെ ഉള്ള ദേവിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. പിന്നെ സൂര്യന്റെ അതിദേവതയാണ്, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ദേവിയാണ്. അപ്പൊ അതുകൊണ്ട് ആദിത്യ ദോഷമുള്ളവർക്കൊക്കെ ഈ ദേവിയെ ധ്യാനിക്കുക, അങ്ങനെ അതും പറയുന്നുണ്ട്. പിന്നെ ചുവന്ന പുഷ്പങ്ങളാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ കൂഷ്മാണ്ഡ ദേവിയായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അതിനൊരു സ്വസ്ത്രീയാ ദേവി സർവഭൂതേഷു കൂഷ്മാണ്ഡരൂപേണ സംസ്ഥിതേ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമ. പിന്നെ സ്വസ്ത്രം ഞാൻ ചൊല്ലാം. സുരാ സമ്പൂർണ്ണ കലശം രുതിരാപ്ലുതമേവ ച ദധാന ഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തു മേ. ഇത് ദേവിയുടെ ഒരു സ്വസ്ത്രമാണ്, അത് ചൊല്ലാമെന്നതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നവരാത്രിയുടെ ആരംഭങ്ങള് 4ാമത്തെ ദിവസമാണ് എത്തി നിൽക്കുന്നത്. ആദ്യം ശൈലപുത്രിയായിരുന്നു, പാർവതി ദേവിയുടെ ഭാവങ്ങളാണ് ഇതെല്ലാം. പിന്നെ 2ാമത്തതും ബ്രഹ്മചാരിണിയായിരുന്നു, പിന്നെ ചന്ദ്രഖണ്ഡ ദേവിയായി, പിന്നെ കൂഷ്മാണ്ഡ ദേവി. അങ്ങനെ ദുർഗയുടെ 9 ഭാവങ്ങളാണ് ഈ നവരാത്രി ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണ 10 ദിവസം എന്ന് പറയുന്നത് 15ാം ദിവസമാണ് വിജയദശമിയായിട്ട് എടുക്കുന്നത്. അങ്ങനെ ദേവി മാഹാത്മ്യമൊക്കെ ചൊല്ലാം. പക്ഷെ ദേവി മാഹാത്മ്യം ചൊല്ലുമ്പോൾ ആദ്യം കവചം, പിന്നെ അർഗള സ്വസ്ത്രം, പിന്നെ കീലകം. അപ്പൊ ആദ്യം നമ്മൾക്ക് ചണ്ഡികയായിട്ട് ഓം നമ ചണ്ഡികയാണ്, ചണ്ഡികയെ കുറിച്ചാണ് കവചത്തിൽ. പിന്നെ 2ാമത് മഹാലക്ഷ്മി, 3ാമത് മഹാസരസ്വതി, ബ്രഹ്മാവ്, വിഷ്ണു, പിന്നെ ശിവൻ. ഇതൊക്കെയാണ് ഈ കവചത്തിലും അർഗള സ്വസ്ത്രം കീലകത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾക്ക് നവരാത്രിയുടെ 4ാമത്തെ പദത്തില് കൂഷ്മാണ്ഡ ദേവിയെ കാണാൻ കഴിയുന്നത്. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധരാധേ. ചാലകൃഷ്ണ.